നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുരിശുമരണത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. 50 നോമ്പിന് സമാപനം കുറിച്ച ഞായറാഴ്ച ഈസ്റ്റർ. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് തുമ്പച്ചി കുരിശുമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ആയിരക്കണക്കിന് ആളുകൾ കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴി നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 8-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തും. തൊടുപുഴ നഗരത്തെ സമയം വിളിച്ചറിയിച്ചിരുന്ന നഗരസഭാ സൈറൺ നിശബ്ദമായി. 1/4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സൈറൺ നഗരസഭാ പാർക്കിൽ നോക്കുകുത്തിയായി. അപകടക്കെണിയായി പൊന്മുടി ഡാം ടോപ്പ് റോഡ്. കൊടുംവളവിൽ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ വൻ ദുരന്ത സാധ്യത. വാർത്തകൾ വിശദമായി. ദാരുണമായ പീഡകളേറ്റു മരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദുഃഖസ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും നടന്ന തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ വൻ പ്രവാഹമായിരുന്നു. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വിശ്വാസികളുടെ നേതൃത്വത്തിൽ പരിഹാര പ്രദർശനവും കുരിശിന്റെ വഴിയും നടന്നു. ഞായറാഴ്ച പുലർച്ചെ 3-നാണ് പള്ളികളിൽ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ നടക്കുക. 50 ദിവസം നീണ്ട വലിയ നോമ്പിന്റെ സമാപനവും ഈസ്റ്റർ ദിനത്തിലാണ്. പീഡകളേറ്റ് കുരിശിൽ മരിച്ച യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമാണ് പള്ളികളിൽ നടക്കുക. തൊടുപുഴ ടൗൺ ഫെറോന പള്ളിയിൽ ഈസ്റ്റർ ദിനത്തിൽ പുലർച്ചെ 3-ന് ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടക്കും. 6-നും 8-നും കുർബാന, 7 മണിക്ക് തെനകുന്ന് പള്ളിയിൽ കുർബാന എന്നിവ നടക്കും. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. മങ്ങാട്ടുകവല കപ്പേളയിൽ നിന്നും മുതലക്കോടത്തേക്ക് നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി അറക്കുളം തുമ്പച്ചി കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. രാവിലെ 7:30-ന് അറക്കുളം അശോക കവലിൽ നിന്ന് ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം 8 കിലോമീറ്റർ പിന്നിട്ട് 11 മണിയോടെ തുമ്പച്ചി കുരിശുമലയിലെത്തി. മുൻ വികാരി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ ആമുഖ പ്രാർത്ഥന നടത്തി. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് വെട്ടുകല്ലിൽ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ഫാദർ ലൂക്കോസ് കൊട്ടുകാപ്പള്ളി പീഡാനുഭവ സന്ദേശം നൽകി. സഹവികാരിമാരായ ഫാദർ ബൈജു കുന്നക്കാട്ട്, ഫാദർ ജൈനോ ചുനയമാക്കൽ, ബ്രദർ ബോസ്കോ CMI, ട്രസ്റ്റിമാരായ മത്തച്ചൻ മണ്ണൂർ, ജോസ് കുട്ടി വാഴച്ചാരിക്കൽ, ജോയി മൈലാടൂർ, സിജു കണിയാങ്കണ്ടം എന്നിവർ നേതൃത്വം നൽകി. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും ആരാധനയും രക്ഷണീയ പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
നന്മ നിറഞ്ഞറിയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ തുടരങ്ങനെ ചെയ്യപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പ്രകടനം. ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ വളരെ നീണ്ട ഒരു കുരിശിന്റെ വഴിയൊക്കെ നടത്തി ഈ ബലിപീഠത്തിന്റെ ചുവട്ടിൽ പ്രവർത്തിച്ചു കൂടിയിരിക്കുകയാണ്. ഈശോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, ഈശോ ഇരിക്കുക. ഈശോയുടെ പീഡാനുഭവത്തിന് തൊട്ട് മുമ്പും ഈശോ ശിഷ്യന്മാരോടും പറയുന്നതാണ്, നിങ്ങൾ അല്പസമയമെങ്കിലും. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് ചാലാശ്ശേരി സെന്റ് പിയൂസ് പള്ളിയിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. വികാരി ഫാദർ മാനുവൽ പിച്ചലക്കാട്ട് നേതൃത്വം നൽകി. ായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പണമായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പീഡാനുഭവ സ്മരണകൾ ഉണർത്തി വെള്ളിയമറ്റം ഞാറളപ്പുഴ നെല്ലിക്കാമല നസ്രത്ത് മൗണ്ട് കുരിശുമുടിയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടന്നു. വെള്ളിയമറ്റം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോസ് കുന്നപ്പള്ളി പരിഹാര പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കാൽവരി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 1500 കിലോ ഭാരമുള്ള കുരിശു വഹിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണം പീഡാനുഭവ സ്മരണകൾ ഉണർത്തി. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് പണിക്കൻകുടി സെന്റ് ജോർജ് മരിയ വിയാനി പള്ളിയിൽ കുരിശിന്റെ വഴി നടന്നു. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് ആറക്കാട്ടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ അച്ചാരുകുന്നേൽ തുടങ്ങിയവർ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ നടന്ന പരിഹാര പ്രദക്ഷിണം വ്യത്യസ്തമായി. വലിയ മരക്കുരിശേന്തി സേവ്യസ് കോം ഡയറക്ടർ ഫാദർ മാത്യു കുന്നത്ത് ഏറ്റവും മുമ്പിൽ നീങ്ങി. കുരിശിന്റെ വഴി പ്രാർത്ഥനയിലെ 3, 7, 9 സ്ഥലങ്ങളിലെത്തിയപ്പോൾ വിശ്വാസികൾ റോഡിൽ മുട്ടുകുത്തി നിന്നാണ് പ്രാർത്ഥന ചൊല്ലിയത്. വികാരി ഫാദർ മാത്യൂസ് തന്തളം, ട്രസ്റ്റിമാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഷാജൻ കുന്നിലടുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏഴാം സ്ഥലത്ത് ഇടവകയുടെ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഏഴാം സ്ഥലത്ത് നമുക്ക് മുട്ടുകുത്താനായി വരിക. ഈശോ മിശിഹ 2ാം പ്രാവശ്യം വീഴുകയാണ്.
ജീവിതത്തിൽ വീണുപോയ ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. ഈശോ അവിടൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര. തൊടുപുഴ നഗരത്തെ സമയം വിളിച്ചറിയിച്ചിരുന്ന നഗരസഭാ സൈറൺ നിശബ്ദമായി. 1/4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ സൈറൺ നഗരസഭാ പാർക്കിൽ നോക്കുകുത്തിയായിരിക്കുകയാണ്. ഒരു കാലത്ത് തൊടുപുഴക്കാർ സമയം കൃത്യമാക്കുന്നതും സമയത്തിനൊപ്പിച്ച കാര്യങ്ങൾ നടത്തുന്നതും ഈ സൈറൺ വിളിയുടെ കൃത്യതയിലായിരുന്നു. നഗരം വികസനത്തിന്റെ പാതയിലെത്തിയപ്പോൾ സൈറൺ അവഗണനയുടെ വക്കിലായി. പുലർച്ചെ 5, രാവിലെ 9, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 5 മണി, രാത്രി 8 മണി എന്നിങ്ങനെ ദിവസങ്ങളിൽ 5 വട്ടം വിട്ടുവീഴ്ചയില്ലാതെ സൈറൺ മുഴങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് പലതവണ ഈ സൈറൺ ശബ്ദം കേൾക്കാതെ വന്നു. ഇപ്പോൾ മാസങ്ങളായി സൈറൺ പ്രവർത്തനരഹിതമായ നിലയിലാണ്. ശബ്ദ മലിനീകരണമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഈ സൈറൺ പ്രവർത്തിപ്പിക്കരുതെന്ന് ആവശ്യവുമായി പൊതുജനങ്ങളിൽ പലരും രംഗത്ത് വന്നിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. മറുവശത്ത് സൈറൺ പ്രവർത്തിപ്പിക്കണമെന്ന അഭിപ്രായമുള്ളവരും ഏറെയുണ്ട്. സൈറൺ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ AM ഹാരിത് പറഞ്ഞു. കുടയത്തൂർ മാങ്കൊമ്പക്കാവി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പൂരവിളക്ക് നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ പൂരവിളക്ക് കൊണ്ടാടിയത്. പ്രത്യേകം തയ്യാറാക്കിയ തട്ടുകളിൽ മൺചിരാതുകളിലാണ് ദീപങ്ങൾ തെളിയിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജപ്പൻ പിള്ള, സെക്രട്ടറി G സുനീഷ്, ഷാജികുമാർ കാവുവിള എന്നിവർ നേതൃത്വം നൽകി. തൊമ്മൻകുത്ത് 40 ഏക്കർ ശാന്തിക്കാട് ദേവീക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്ര നടന്നു. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു.